ഫേക്ക് ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. നമ്മൾ ഡെയിലി കുറേ ആൾക്കാരെ കാണും ബൗണ്ടറീസ് കീപ്പ് ചെയ്തും ബൗണ്ടറീസ് സെറ്റ് ചെയ്തും നടക്കുന്ന കുറേ ആൾക്കാർ. അവരിൽ അധികം പേരും ജസ്റ്റ് സെൽഫിഷ് ആണ്. ബിക്കോസ് ബൗണ്ടറി ഈസ് അബൌട്ട് പ്രൊട്ടക്ടിങ് യുവർ പീസ്, നോട്ട് അബൌട്ട് അവോയ്ഡിങ് അക്കൗണ്ടബിലിറ്റി. ഇങ്ങനെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന കുറച്ച് പേര് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ എനർജീനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന്. പക്ഷെ അവരുടെ റെസ്പോൺസിബിലിറ്റിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ഇനി വേറെ കുറച്ച് പേരുണ്ട്, അവർ പറയും എൻ്റെ സ്വഭാവത്തിനുള്ളൊരു എക്സ്പ്ലനേഷൻ, അതിനുള്ളൊരു കാരണം ഞാൻ ആരെടുത്തും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവരത് അർഹിക്കുന്നില്ല എന്ന്. ഇവർ ശരിക്കും അവരുടെ മോശമായിട്ടുള്ള പെരുമാറ്റത്തിനുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവിടെ കാണിക്കുന്നത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഹെൽത്തിയാണ്, ഒരു സ്പേസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഹെൽത്തിയാണ്. പക്ഷേ ഒരിക്കലും അത് ഒരു സിറ്റുവേഷൻ അൺകംഫർട്ടബിൾ ആകുമ്പോഴല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു ഇമോഷണൽ ഇമ്മച്യൂരിറ്റിനെ കാണിക്കുന്നത്. ഇനി ഇവരോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു പെരുമാറ്റം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ചുകൂടി എഫേർട്ടും കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷനും കുറച്ചുകൂടിയും കൺസിസ്റ്റൻസിയും അവർ ആവശ്യപ്പെടുമ്പോൾ അവിടെ ബൗണ്ടറീസ് എന്നും ടോക്സിക് എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കല്ല ചെയ്യേണ്ടത്. ശരിക്കുള്ള ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതല്ല, അവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതിലാണ്. ഇനി ബൗണ്ടറീസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്തത് നിങ്ങളുടെ പീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ നിങ്ങളുടെ ഈഗോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ബിക്കോസ് വൺ ലീഡ്സ് ടു ഹീലിംഗ് ആൻഡ് ദി അതർ ലീഡ്സ് ടു ലോൺലിനെസ്.